അങ്ങനെ രാവിലെ എഴുന്നേറ്റു. സമയം ഇപ്പോൾ 3:45. ശരിക്കും ഉറങ്ങിയിട്ടില്ല. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റതാ. 5 ഡിഗ്രിയാണ് ഇവിടെ ടെമ്പറേച്ചർ. 5 ഡിഗ്രി പുറത്തിട്ടാ. ജാക്കറ്റ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് എന്തായാലും സ്വെറ്റർ കൊണ്ടുപോകാൻ പറ്റില്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്. തണുക്കൊന്നും ദൈവത്തിന് അറിയാം. കുറച്ച് നേരത്തെ ആവശ്യമുള്ളൂ. പിന്നെ ശീലമായിട്ടുള്ള ചെറിയ തണവാണ്. കണ്ടറിയാം നമുക്ക്. നമ്മുടെ ബാഗൊക്കെ അവസാനമായിട്ടുള്ള പാക്കിങ് കഴിഞ്ഞു. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നോക്കിക്കൊണ്ടിരിക്കാം. പെട്ടിയിലേക്ക് മാറ്റാം കുറച്ച് സാധനങ്ങൾ. അതുകൊണ്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നു. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് പറഞ്ഞുതരാം. 3:45 ഞാൻ വെച്ച അലാറം ഇപ്പോൾ അടിക്കുന്നത്. ഞാൻ അതിന് മുന്നേ നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ നമുക്ക് ലിത്വാനിയ പോകാനുള്ള സമയമായി. ബൈ ബൈ. അങ്ങനെ നമ്മുടെ റിയോനൊരു ബായും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടുപോകാൻ എന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവന്റെ വരവ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. രാവിലെ ടാക്സി പിടിച്ച് പോകണമെന്നായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ ആ സമയത്ത് ഒറ്റ ടാക്സി പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവസാനം പാവം ചെക്കൻ അവന്റെ ഉറക്കം കളഞ്ഞ് എനിക്ക് വേണ്ടി വന്നു. നല്ല സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ വേണമെന്നുള്ളത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയൊരു നിമിഷമായിരുന്നു അത്. അങ്ങനെ അവൻ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോക്കി അവൻ തിരിച്ചു പോയി. കാരണം അവനന്ന് ക്ലാസ്സും ഉണ്ട്, അത് കഴിഞ്ഞ് അവന് വർക്കും ഉണ്ട്. എന്റെ ബസ് വരാൻ വേണ്ടി കുറച്ചും കൂടി സമയം ബാക്കിയുണ്ടായിരുന്നു. ലിത്വാനിയയിൽ വന്നതിന് ശേഷം ഇത്ര രാവിലെ യാത്ര ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനിലെത്തിയിട്ട് എന്റെ കൂട്ടുകാരനെ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പോയി. അവന് ക്ലാസ്സും ഉണ്ട്. ഇന്ന് അവന് ക്ലാസ്സും ഉണ്ട്, അതിന്റെ വർക്ക് ഉണ്ട്. എന്നിട്ട് ഉറക്കം കളഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അനന്തൻ. എന്നിട്ട് ആളെ പോയി. അവൻ വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവനോട് പറയുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും എനർജി കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പുലർച്ചെയാണ് സമയം, പിന്നെ ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ കുറച്ച് സൗണ്ട് എടുത്ത് സംസാരിച്ച ആൾക്കാർ വിചാരിക്കും ഇവർ എന്താണോ. അതുകൊണ്ടാണ് ഇപ്പം തന്നെ അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും. മൈക്ക് എടുത്ത് പിടിക്കുന്നുണ്ട്, അത്യാവശ്യം സൗണ്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ നോയ്സ് കുറവായതുകൊണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് കിട്ടും. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബസ് വന്നു. ഇവർ മൊത്തം ബസ് കയറാൻ വേണ്ടി പോളണ്ടിലേക്കുള്ള ആൾക്കാരാണ്. നമുക്കും ബസ്സിലേക്ക് വെയിറ്റ് ചെയ്യാം. എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല. ഞാൻ ആദ്യം ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും കയറ്റി വിടാണ്ടിരിക്കില്ല, കാരണം ബസ് ഒന്നുമല്ലോ നമ്മളോടുണ്ട്. അതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകാണ്ടിരിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ബസ്സിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോണതും. അങ്ങനെ നാട്ടിലേക്കുള്ള എൻ്റെ പെട്ടിമണമൊക്കെ ബസ്സിന്റെ സ്റ്റോറേജിൽ വെച്ചതിന് ശേഷം ഞാൻ ബസ്സിലേക്ക് കയറിയിട്ടാ. ആദ്യമായിട്ട് ബസ്സിൽ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോകണ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. ബസ് എടുക്കാൻ പോവാ. ലിത്വാനിയ എൻ്റെ 2 വർഷം ഇങ്ങനെ ആലോചിച്ചു. ഇവിടുന്ന് പോകുമ്പോൾ 2 വർഷത്തെ ലിത്വാനിയൻ സാഹസങ്ങളും ജീവിതം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ ഓരോ ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മൾ പോളണ്ടിന്റെ ബോർഡറിൽ എത്തിയിരുന്നു. ബോർഡറിൽ എത്തി കഴിഞ്ഞാൽ പിന്നെ ചെക്കിങ് സ്ഥിരം പരിപാടിയാണല്ലോ. ബസ്സുകളെ പോലെ തന്നെ കുറെ ട്രക്കുകളും അവിടെ ചെക്കിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ചരക്കം കൊണ്ടുപോകുന്ന ട്രക്കുകൾ യൂറോപ്പിൽ ഒരു സ്ഥിരം കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ കുറെ ആളുകൾ ട്രക്ക് ഡ്രൈവേഴ്സ് ആയിട്ട് യൂറോപ്പിലേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പൊ ബസ്സിനുള്ളിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാസ്പോർട്ടുകളാണ്. ചെക്ക് പോസ്റ്റിൽ വെച്ച് 2 പോലീസുകാർ ബസ്സിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അവര് ബസ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും പാസ്പോർട്ടും ഐഡന്റി കാർഡും ചോദിച്ചു. അങ്ങനെ ചെക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ബസ് എടുക്കാൻ കുറച്ച് സമയം കഴിഞ്ഞു. ഒരു ഉറക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ നേരം വെളുത്തുണ്ടായിരുന്നു. ഞാൻ ഇരിക്കുന്ന ബസ് ഏതൊരു ഹൈവേ കൂടെ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചുറ്റും കാണാനുണ്ടായിരുന്നത് കുറെ കാടുകളും മൂടൽമഞ്ഞും മാത്രമായിരുന്നു. ഈ ബസ്സിലെ യാത്രയിൽ സത്യത്തിൽ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷെ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങാന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ശരിക്കും ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അങ്ങനെ പുറത്ത് നല്ല പോലെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടാ. നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പോളണ്ടിന്റെ ഉള്ളിൽ കൂടെയാണ്. പോളണ്ടിലെ ഏതൊരു മെയിൻ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പൊ ബസ് വന്ന് നിർത്തിയിട്ടുള്ളത്. ബസ്സിലുണ്ടായിരുന്ന കുറെ ആളുകൾ അവിടെ ഇറങ്ങിപ്പോയി. കുറെ നേരം ബസ്സിലിരുന്ന് മടുപ്പ് മാറ്റാൻ വേണ്ടി ഞാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ബസ് അവിടെ നിന്ന് എടുക്കാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരെ ബസ്സിന്റെ ഉള്ളിൽ ചാടി കയറി ഫ്രണ്ടിൽ എന്നെ സീറ്റ് ഉറപ്പിച്ചു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ഇതാ ബസ്സിലാണ് നമ്മൾ വന്നത്. ബസ് ഇപ്പോൾ തിരിച്ചു പോവാണ്. ഇവിടെയാണ് എയർപോർട്ട് വരുന്നത്, ഈ സൈഡിലേക്ക്. ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകാനുണ്ട്. എനിക്കിപ്പോൾ തന്നെ ഞാൻ ടയേർഡായി, ക്ഷീണിച്ചു. ആകെ എന്താ പറയുക, ബസ് കയറി വന്നിട്ട് നല്ല ക്ഷീണിച്ചു. ഇപ്പോൾ എത്ര മണിയാണ്? 11 മണി സമയത്തോടെ എത്തിയിട്ടില്ല. ബസ് പോയി, നമ്മളെ ഇറക്കി ബസ് പോയി. ആദ്യമായിട്ടാണ് ഞാൻ പോളണ്ടിൽ വന്നിറങ്ങുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ പോളണ്ടിൽ. എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. എനിക്ക് ലിത്വാനിയനേക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡ് ഒരു കൺട്രി പോലെ തോന്നുന്നുണ്ട്. നല്ല തണുപ്പ് കുറച്ച് കൂടിയോ എന്നൊരു സംശയം അവിടത്തേക്കാളും. ഇതാണ് വാർഷോ ചോപ്പിൻ എയർപോർട്ട്. എന്തൊക്കെയുണ്ട് ആദ്യമായിട്ട് വരുന്നുണ്ട്, ഭയങ്കര കൺഫ്യൂഷൻ. ഇപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചു വെച്ചാലേ അറിയുള്ളൂ. എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചു വെച്ചാലേ അറിയുള്ളൂ. മൊത്തത്തിലെ എയർപോർട്ട് ഒന്ന് പരിചയപ്പെടാനും എല്ലാം കണ്ടുപിടിക്കാനും എനിക്ക് കുറച്ച് സമയം എടുത്തു. മാത്രമല്ല ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നല്ലോ. അങ്ങനെ ആദ്യം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് അവിടുത്തെ റെസ്റ്റോറന്റ് ആയിരുന്നു. കാലത്ത് ഇറങ്ങുമ്പോൾ ഒന്നും കഴിക്കാതെ ഇറങ്ങിയോണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ മെനു ഒന്ന് തട്ടിക്കൂട്ടി എനിക്ക് ആവശ്യമുള്ള ഒരു ബർഗറും സാലഡൊക്കെ ഞാൻ വാങ്ങി. അങ്ങനെ ഞാൻ മെക്ഡൊണാൾഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്വന്തം മെക്ഡൊണാൾഡ്സ് കയറിയിട്ട് ഫുഡ് വാങ്ങി. ഒരു ബർഗറും സാലഡും പിന്നെ ഒരു ചായ എന്ന് പറഞ്ഞാൽ കോഫി വിത്ത് മിൽക്ക്. നമ്മുടെ നാട്ടിലെ ചായ എന്നുള്ളത് കോഫി വിത്ത് മിൽക്ക് അത്രേ ഉള്ളൂ. ഇതുപോലെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ ചായയുടെ ഫീലൊന്നും നമുക്ക് ഒരിക്കലും കിട്ടില്ല. നല്ല വിശക്കുന്നുണ്ട്, വേഗം കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഞാൻ ഇന്ന് വന്നപ്പോൾ ബസ് നേരത്തെയാണെന്നുള്ളത് എനിക്കറിയാം. ഇവിടെ വന്നിട്ട് എൻ്റെ ബാഗ് എവിടെയെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബാഗ് വെക്കാനുള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല. എൻ്റെ മുഖത്ത് ക്ഷീണം നോക്കി, കറക്റ്റായിട്ട് ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണം. ഇതാണ് നമ്മുടെ ഫുഡ്. ഇന്നത്തെ അന്നം, കാലത്തെ അന്നം. ബർഗർ. നിങ്ങൾ വിചാരിക്കും ബർഗർ തിന്നതൊക്കെ വലിയ സംഭവമാണ്. ഒരു തേങ്ങയില്ല.
ബർഗറൊക്കെ വെറും വേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ ഫുഡാണ് പിന്നെ നല്ലതായിരിക്കും തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ പറയാമെന്ന് അറിയോ, എനിക്ക് വേറെ ഇരിക്കാൻ സ്ഥലമില്ല എന്ന് ചിന്തിക്കരുത്. ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരു മൂലയ്ക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊരു മൂലയ്ക്ക് വന്നിരുന്ന് വീഡിയോ എടുത്ത് പരിപാടികൾ സെറ്റ് ചെയ്യണം. എൻ്റെ പൊന്നു ബോറടി എന്ന് പറഞ്ഞാൽ വൻ ബോറടി. അപ്പോൾ തുടങ്ങി ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബോറടിച്ചിട്ട് വയ്യ, എനിക്ക് ബോറടിച്ച് ചാറായി. ഞാൻ എൻ്റെ ഇടയിൽ വീട്ടിലേക്ക് വിളിച്ചു. വീട്ടുകാർക്ക് അറിയോട്ടോ ഞാൻ പറഞ്ഞത് സർപ്രൈസ് ഒന്നുമല്ല. കാരണം എനിക്ക് അങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ തോന്നിയില്ല. അവന് സന്തോഷിക്കട്ടെ വെച്ചു ഞാൻ വരണത് ആലോചിച്ചിട്ട്. ഒരു ക്വിക്ക് ഡിസിഷൻ ആയിരുന്നു നാട്ടുകാരിൽ. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതായത് വൃത്തിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കിട്ടിയ ബസ്സും പിടിച്ച് പോകുന്നു പോളണ്ടിൽ എത്തി. ഇവിടെ നിന്ന് കിട്ടിയ ഫ്ലൈറ്റും പിടിച്ച് നാട്ടിലേക്ക് ആ അവസ്ഥയാണ്. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പോളണ്ടിലെ എയർപോർട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇതിൽ മുന്നേ വന്നിട്ടുണ്ട്, പക്ഷേ അത് ഈ എയർപോർട്ട് അല്ലാതുകൊണ്ട് വർഷം എത്ര എയർപോർട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഈ എയർപോർട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പോളണ്ടിലെ എയർപോർട്ട്. പോളണ്ടിലെ എയർപോർട്ട് മീൻസ് ഡിപ്പാച്ചർ സെക്ഷൻ. ഈ കാണുന്നത് മൊത്തം ഡിപ്പാച്ചർ സെക്ഷനാണ്. ഇതൊരു ഏരിയ കംപ്ലീറ്റ്ലി. ഇതിൻ്റെ താഴെയാണ് അറൈവൽസ്. ഈ ഫ്ലോറിൻ്റെ താഴെയാണ് അറൈവൽ സെക്ഷൻ വരുന്നത്. അതായത് ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന സെറ്റപ്പ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാനുള്ളത് ഇത് മൊത്തം ചെക്കിൻ ഏരിയയാണ്. ഓരോരോ ഫ്ലൈറ്റുകളുടെ ചെക്കിൻ ഏരിയയാണ്. ഈ കാണുന്നത് മൊത്തം ഓരോ ഫ്ലൈറ്റുകളുടെ ചെക്കിൻ ഏരിയയാണ് കംപ്ലീറ്റ്. നമ്മുടെ ഫ്ലൈറ്റ് എയർ അറേബ്യയാണ്. ഏറ്റവും ബെസ്റ്റ് ഫ്ലൈറ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എയർ അറേബ്യ. പോയവർക്കറിയാം, വേൾഡ് ക്ലാസ് ഫ്ലൈറ്റാണ്. വേറെ ഒന്നും കിട്ടിയില്ല എനിക്ക് ചീപ്പായിട്ട്. ചീപ്പാണ് സത്യം പറഞ്ഞാൽ അവർ കൊടുക്കുന്ന പൈസയ്ക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള, ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും നല്ല, ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞുതരാം, നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള ഓപ്ഷൻ അറേബ്യയാണ്. അതാണ് സത്യത്തിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. വേറെ വഴിയില്ല. വേറെ എനിക്കിപ്പോൾ എന്താ പറയുക, എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് അതിന് എനിക്ക് നടക്കുള്ളൂ. പിന്നെ പെട്ടെന്നുള്ള ആഗ്രഹമാണല്ലോ നാട്ടിൽ കയറാന്നുള്ളത്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിട്ടിയ ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. ഞാനിപ്പോഴും ആലോചിക്കുന്നില്ല, അറിയോ, ഞാൻ എങ്ങനെയാണ് ഈ പബ്ലിക്കിൽ ഇത്രയും പേര് നോക്കിക്കുമ്പോൾ നമ്മളല്ല, എന്തായാലും നമ്മളെ സ്റ്റേറിയൊന്നും നിൽക്കുന്നുണ്ടാവില്ല, അവരവരുടെ പണി നോക്കുമായിരിക്കും. എന്നാലും ഞാൻ ഇങ്ങനെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്ക് എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. ശീലമായതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ക്യാമറയും പിടിച്ച് മൈക്കും പിടിച്ച് ഇങ്ങനെ സംസാരിക്കാൻ കുറേ കാലം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് ശീലമായി തോന്നുന്നു. ഞാനിപ്പോഴും എൻ്റെ തലയിൽ കൂടെ അത് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് എവിടെ നിന്ന് ഈ ധൈര്യം വരുന്നത്. പണ്ടാണെങ്കിൽ സ്റ്റേജിൽ കയറി 10 പേരോട് സംസാരിക്കാൻ മടിയുള്ള ഞാൻ ഇങ്ങനെ സംസാരിക്കണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവർ ചെക്ക് ഇൻ ചെയ്യണില്ലേ, ഈ ആൾക്കാർ ഇവിടെ ചെക്ക് ഇൻ ചെയ്യണ പോലെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ 6:15 ആവണം. ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്യണം. 6:15 നമുക്ക് ഇപ്പോൾ സമയം എത്രയെന്ന് അറിയൂ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ ഇതിന് എത്ര കാര്യമായിട്ട് പറഞ്ഞു. ഞാൻ എപ്പോൾ വന്നതാ 3:07 ആയിട്ടുള്ളൂ. 3:07 ആയിട്ടുള്ളൂ. ഇനി 6:15 ആവണം എനിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ. 9:15 ഫ്ലൈറ്റ് എടുക്കുള്ളൂ. അത് നാളെ 5 മണിക്ക് ഷാർജയിലെത്തുള്ളൂ. എൻ്റെ ദൈവമേ, അതായത് 2 ദിവസം പോക്കാണ്. നാട്ടിലേക്ക് ഒന്ന് വരണമെന്ന് വെച്ചാൽ 2 ദിവസം പോക്കാണ്. പിന്നെ അങ്ങനെയല്ല കേട്ടോ, പൈസ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫ്ലൈറ്റ് കിട്ടും. ഫ്ലൈറ്റുകളുടെ ഇവിടെ നമ്മുടെ ഫ്ലൈറ്റുകളുടെ ഡിപ്പാർച്ചർ ടൈം ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് മാത്രം കാണാമല്ലോ. നമ്മുടെ ഫ്ലൈറ്റ് മാത്രം കാണാത്ത 8:15 ചെക്കിനാണ്. അല്ല, 8:15 ഫ്ലൈ ചെയ്യണ ഫ്ലൈറ്റാണല്ലേ. ഞാൻ വിചാരിച്ചു അവിടെ എഴുതിയിട്ടുള്ള ഫസ്റ്റ് ടൈം അതാണ് ചെക്കിനെന്ന്. പക്ഷേ അത് ചെക്കിനല്ല. ചെക്കിൻ ഇപ്പുറത്തെ എഴുതി കാണിക്കും അവർ. കണ്ടോ, ഇവിടെ ചെക്കിന് എഴുതി കാണിക്കുന്നുണ്ട്. ചെക്കിൻ സ്റ്റാർട്ടായില്ല എന്നുള്ളത്. 6:30 വരെയുള്ള ഫ്ലൈറ്റുകൾ അതിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് 9:15 ഇതുവരെ കാണിച്ചിട്ടില്ല. അതിൽ എന്തോരം ഫ്ലൈറ്റുകൾ അവിടെ നിന്ന് പോണത്. LOT-ലുണ്ട്. ലുഫ്താൻസ നൈസ് കേട്ടോ. ലുഫ്താൻസ ജർമ്മൻ ക്യൂനാണോ അതാണെന്ന് തോന്നുന്നു. ലുഫ്താൻസ നൈസാണ്. ഞാൻ LOT-ൽ പോയിട്ടുള്ളതാണ്. റൈനേഴ്സ് സൂപ്പറ. അതായത് റൈനേഴ്സ് എന്ന് പറയുന്നത് ഒരു എയർലൈനാണ്. അതാണ് ഉദ്ദേശിച്ചത്. യൂറോപ്പിൻ്റെ ഉള്ളിൽ വളരെ ചീപ്പായിട്ട് റൈനേഴ്സും വിസെയറും രണ്ടെണ്ണമുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ കാണിച്ചുതരാം. ആ സ്ക്രീനിൽ പിങ്കിൽ കാണുന്നതൊക്കെ വിസയേഴ്സാണ്. പിന്നെ വേറൊരു ബ്ലൂ ഉണ്ട്. ബ്ലൂ അല്ല, ഒരു മഞ്ഞയിൽ കാണുന്നതൊക്കെ കാണാൻ പറ്റാൻ ചാൻസ് കുറവാണ്. ആ അപ്പുറത്തെ സ്ക്രീനില്ല, അറ്റത്തെ സ്ക്രീനില്ല. മഞ്ഞ കളറിൽ കാണുന്നതാണ് റൈനേഴ്സ്. വളരെ ചീപ്പായത്. ഈ പറയുന്ന പകുതി മുക്കാൽ കാര്യങ്ങൾക്ക് മനസ്സിലാവില്ല എനിക്കറിയാം. എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞിരുന്നുള്ളൂ. ഇതൊക്കെ എനിക്ക് യൂറോപ്പിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് കുറേയൊക്കെ മനസ്സിലാവും. പിന്നെ സ്ഥിരമായിട്ട് എയർലൈൻസിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേയൊക്കെ കത്തും. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ചുറ്റിക്കടങ്ങി നടക്കുമ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത്. കുറച്ചു നേരം അവിടെ നിന്ന് അതൊക്കെ ആസ്വദിച്ച് നേരെ പോയി ഞാൻ പെട്ടി റാപ്പ് ചെയ്തെടുത്തു. പെട്ടി റാപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ ഞാൻ ഉണ്ടാവുള്ളൂ വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പൈസ അവിടെ ചിലവായി. പിന്നെ സാധനങ്ങൾ സേഫായി നാട്ടിലെത്തല് നമ്മുടെ ആവശ്യമാണല്ലോ. അങ്ങനെ ഫൈനലി നമ്മുടെ പ്ലെയിൻ ഒന്ന് കാണിച്ചു, സമയം കാണിച്ചു. ബി അവിടെ, ബി ദേവോ അവിടെ, ഇതവിടെ, ഇതങ്ങോട്ട് നോക്കൂ, ഇതെവിടെയാണ് ബി, അങ്ങ് ദൂരെ, അവിടേക്ക് പോവാം. ബി എയർ അറേബ്യ. ഫൈനലി നമ്മുടെ ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചെക്കിങ്ങിന് വേണ്ടി വന്ന് നിൽക്കുക. ഇവിടെ നിറച്ച ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഒരു നീണ്ട ക്യൂ നിൽക്കുന്നുണ്ട്. ഇത് മൊത്തം ചെക്കിങ്ങിന് നിൽക്കണവരെ നമ്മുടെ സെയിം ഫ്ലൈറ്റിലേക്ക്. ഈ കാണുന്ന എല്ലാവരും അക്ഷമരായി കാത്തു നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ഷാർജ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ഫുള്ള് പരിപാടി കഴിഞ്ഞു. ചെക്കിങ് കഴിഞ്ഞു. ബോർഡിംഗ് പാസ് കിട്ടി. ഇവിടെ ഇരുന്ന് സെക്യൂരിറ്റി ചെക്കിങ് കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞ് ഇനി ഫ്ലൈറ്റ് കയറാം. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലൈറ്റ് കയറുള്ളത്. ഇവിടെ ഇരുന്ന് സെക്യൂരിറ്റി ചെക്കിങ് കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ
ഇപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പിങ് വരെ കഴിഞ്ഞു, കംപ്ലീറ്റ് കഴിഞ്ഞു. സ്റ്റാമ്പിങ് എന്നുള്ള പരിപാടി ഉണ്ടെന്ന് ഞാൻ മറന്നുപോയി, കാരണം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആണല്ലോ, അപ്പോൾ സ്റ്റാമ്പിങ് ഉണ്ടായിരിക്കും. ആ കാര്യം ഞാൻ വിട്ടുപോയി, കാരണം കുറേ നാൾ യൂറോപ്പിനുള്ളിൽ മാത്രം ട്രാവൽ ചെയ്തിട്ടേ പരിപാടി മൊത്തം കഴിഞ്ഞുകൊണ്ട്, അതായത് സ്റ്റാമ്പിങ് കൂടി കഴിഞ്ഞുകൊണ്ട് ഇനി ഫ്ലൈറ്റിൻ്റെ അവിടെ പോയി നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഗേറ്റ് 3 പോയി വെയിറ്റ് ചെയ്താൽ കേരള സമയമാകുമ്പോൾ അവർ പറയും കയറുക പോവുക. അങ്ങനെ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി ഗേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് കണ്ടത്. ഈ മിനി വാൻ്റെ സെറ്റപ്പ് കണ്ടപ്പോൾ എനിക്കിത് കുറച്ച് അട്രാക്റ്റീവായി തോന്നി. അങ്ങനെ അവസാനം നമ്മുടെ ഫ്ലൈറ്റ് കയറാനുള്ള സമയമായി. ഇനി നമ്മൾ പോകാൻ പോണത് പോളണ്ടിൽ നിന്ന് ഷാർജയിലേക്കാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ UAE കാല് കുത്താൻ പോണത്. എന്തായാലും നാട്ടിലേക്കുള്ള ഈ യാത്ര ആ വഴി ആയതുകൊണ്ട് അവിടെ ഒന്ന് ഇറങ്ങാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി എല്ലാം സെറ്റ് ആക്കി നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തുട്ടാ. നമ്മളിത് എപ്പി കണ്ടുകൊണ്ടിരിക്കുന്നത് പോളണ്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ഫുഡും വന്നു. അപ്പം നമുക്ക് നാളെ കാലത്ത് ഇനി ഷാർജയിൽ കാണാം.